അച്ഛന്മാരെ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഡൈനാമണ്ട്സ് വേൾഡ് എന്നൊരു കളിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ കളി. പേര് ഡൈനാമണ്ട്സ് വേൾഡ് എന്നാണ് കേട്ടോ. ഇതിൽ കുറെ അറീനകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കളി തുടങ്ങുമ്പോൾ ആദ്യം ക്യാമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആക്കുക. പിന്നെ നമ്മൾ പതുക്കെ പതുക്കെ റിവർ ഫോൾസ് ഓപ്പൺ ആവും. ഈ സ്ഥലങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ ആൾക്കാരെ പോക്കിമോൻസ് ഇങ്ങനെ ഔട്ടാക്കി വിന്നീത് പോയാൽ ലാസ്റ്റ് പിന്നെ വളരെ കട്ടിയാവും കേട്ടോ. പിന്നെ പുതിയ വേൾഡൊക്കെ അൺലോക്ക് ആവും. സ്പെഷ്യൽ വേൾഡൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ക്രിസ്മസ് ടൗണ്, വിന്റർ ഡേയില്, എംടി ക്രംബോ, ഇവിടെയൊക്കെ ഓരോരോ ലെജൻഡറി സാധനങ്ങളുണ്ട് കേട്ടോ. ലെജൻഡറി പോക്കിമോൻസ് ഉണ്ട് കേട്ടോ. ഈ പോക്കിമോൻസിന് ഓരോ അറ്റാക്കുകൾ ഉണ്ടാവും. നമ്മളിങ്ങനെ ഓരോരോ അറ്റാക്കുകൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ അറ്റാക്കുകൾ വരും കേട്ടോ. അപ്പൊ അതാണ് കളി. ഞാൻ വേണമെങ്കിൽ 2-3 ബാറ്റിൽ കളിച്ചു നോക്കാം. ഇനി ഇതിന്റെ പാർട്ടികൾ നമുക്ക് ഇറക്കാട്ടോ. എൻ്റെ ഇപ്പൊ കളി ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. എൻ്റെ പോക്കിമോനുകളാണ് കേട്ടോ. ഇതന്നെ ഡാർക്ക് ടൈപ്പ് പോക്കിമോനാണ് കേട്ടോ. ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഇതിലൊരു ഇവന്റ് ഒക്കെ ഉണ്ട്. ഇവന്റുകളിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഓരോരോ സീൻ ഉള്ളത്. ഊറ്റങ്ങളൊക്കെ ഇവല്യൂഷൻ ആക്കാൻ പറ്റും. നമുക്ക് ലെവലപ്പ് ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് ഈ സ്ക്ലോഡ് എന്ന് പറഞ്ഞൊരു ഗായ് ഉണ്ട് കേട്ടോ. അയാളുടെ പെറ്റാണ് കേട്ടോ ഇത്. ഇതിനെ നമുക്ക് കിട്ടും. സ്ഥലം കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഇപ്പൊ എന്നെ കാണിച്ചൊരു ഡാർക്ക് സാധനം. ഇത് ഈ പോക്കിമോനെ കിട്ടണമെങ്കിൽ നിങ്ങള് ഈ സ്ഥലല്ലേ ക്ലോട്ട്സ് കാസ്റ്റിൽ എന്ന് പറഞ്ഞിട്ട്. എനിക്കാകെ ഇപ്പൊ കുറച്ച് സിറ്റി അൺലോക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇന്ന് കളി തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ ഈ സിറ്റി കഴിഞ്ഞു കണ്ടോ. ഇവിടെ തന്നെ ഉള്ളതാണ് ഇവിടുത്തെ ലെജൻഡറി കേട്ടോ ഈ സാധനം. അതിന് നമ്മൾ പിടിച്ചിട്ടുണ്ട് ക്ലോഡിന്റെ കയ്യിൽ നിന്ന്. അപ്പൊ നമുക്ക് ഒരു കളി കളിച്ചു നോക്കാം. ഇതിലത്തെ സ്ഥലങ്ങൾ എങ്ങനെയാ പോണെന്ന് വെച്ചാ, ആദ്യം നമ്മൾ ക്യാമ്പിലെത്തും. ക്യാമ്പിലൊരു അച്ചാച്ചൻ ഉണ്ടാവും. ആ അച്ചാച്ചൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയും. എന്നിട്ട് ആദ്യം ക്യാമ്പ് എത്തും. പിന്നെ റിവർ ഫോൾസ് എത്തും. പിന്നെ നമുക്ക് സോളാർ പ്ലാന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം തുറക്കും. പക്ഷെ സോളാർ പ്ലാന്റ് അധികം കളിക്കാൻ നിൽക്കണ്ട കേട്ടോ. നമുക്ക് പുതിയ വേൾഡുകൾ ഇങ്ങനെ അൺലോക്കായി പോവില്ല. വെറുതെ സോളാർ പ്ലാന്റ് കളിച്ചോണ്ടിരുന്ന. ഇപ്പൊ റിവർ ഫോൾസ് ആണ് കളിക്കേണ്ടത്. ക്യാമ്പ് കഴിഞ്ഞാൽ റിവർ ഫോൾസ് അൺലോക്ക് ആവും. അത് കഴിഞ്ഞാൽ ടെമ്പിൾ റൺസ് അൺലോക്ക് ആവും. അത് കഴിഞ്ഞാൽ കോസ്റ്റ ഗേറ്റ് അൺലോക്ക് ആവും. അത് കഴിഞ്ഞിട്ട് ക്ലോഡിന്റെ കാസ്റ്റ് ഇല്ലേ, അത് അൺലോക്ക് ആവും. പക്ഷെ അത് 2 കളി കളിക്കും. പിന്നെ വീണ്ടും നമ്മൾ ടെമ്പിൾ റൺസ് കളിക്കണം. അപ്പൊ അവിടെ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടും. അവിടെ ക്ലോഡ് ഉണ്ടാവും കേട്ടോ. ക്ലോഡ് ഇങ്ങനെ ഇതാണ് ക്ലോഡിന്റെ കാസ്റ്റിൽ. ക്ലോഡിന്റെ ഒരു ലെജൻഡറി പോക്കിമോൺ കേട്ടോ. കണ്ടോ, നേരത്തെ കളിച്ചോ. ഇതിന്റെ പേര് സെനിക്സ് എന്നാണ് കേട്ടോ. നമ്മളിപ്പോ മലയാളികളൊക്കെ ആദ്യമായിട്ടാവും ഇത് കളിക്കുന്നുണ്ടാവുക. മലയാളികൾ അധികം കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ ഗെയിം. നിങ്ങളൊക്കെ ഇത് കളിച്ചു നോക്കുക. നമുക്ക് ഇപ്പൊ 2 അറീന എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് എല്ലായിടത്തും കളിക്കാനൊക്കെ പറ്റും. നമുക്കപ്പോ അറീന ഒന്ന് കളിച്ചു നോക്കാം. ഇതെങ്ങനെ ബാറ്റിൽ ചെയ്യാന്ന് വെച്ചാല്, ഈ സാധനത്തിന് എന്തേലും ലെജൻഡറി ഒക്കെ വന്നത് എങ്ങനെയാണെന്നറിയാം നിങ്ങക്ക്. ഞാൻ കൊറേ ഈ എക്സ്ക്ലൂസീവ് ഷോപ്പ് എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലം ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചൊരു എക്സ്ക്ലൂസീവിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറെ ഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ ഗെയിമില്. എക്സ്ക്ലൂസീവില് നമുക്ക് ഇങ്ങനെ 10 വീഡിയോ കണ്ട ഈ 40 ലെവലിന്റെ സാധനമൊക്കെ കിട്ടും. ചില നേരത്തെ ലെജൻഡറി ഒക്കെ വരും കേട്ടോ. ഇവിടെ നമ്മളങ്ങനെയും മേടിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ മിഷ്യൻസ് ഉണ്ട്. കണ്ടോ, മിഷ്യനുകൾ കണ്ടോ. വിൻ ഓൺലൈൻ അറീന സെയിം ടൈപ്പ് 5 പ്രാവശ്യം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് 200 രൂപ കിട്ടും. അങ്ങനെയൊക്കെ കുറച്ച് ഇവന്റ്സിലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ടോൾ പൈൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ ഡ്രാഗൺ കണ്ടോ. അപ്പൊ നമുക്ക് ഒരു കളി കളിച്ചു നോക്കാം കേട്ടോ. ഒരു കളി കളിച്ചു നോക്കാം. നമുക്ക് അറീനയിൽ കളിച്ചു നോക്കാം കേട്ടോ. നമുക്കപ്പോ നമ്മുടെ പ്രൊഫൈൽ എന്തിട്ടിടുക, എഡിറ്റ് ചെയ്യാം.
നമുക്ക് വേണമെങ്കിൽ ഇതിൽ പേരൊക്കെ ഇടാൻ പറ്റും. പിന്നെ ഇതിലിങ്ങനെ അങ്ങനെ കണ്ടോ ഇങ്ങനെ നല്ലോണം ഇവിടെ കുറെ അവതാർസ് ഉണ്ട് കേട്ടോ, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനൊക്കെ 1000 രൂപയാണ്. ഇതില് കാശ് കിട്ടണമെങ്കിൽ ചില്ലറ പണിയല്ല കേട്ടോ. പക്ഷെ ഇതില് ഡയമണ്ട് നന്നായി കിട്ടും. ഫ്രീ ഫയർ തല തിരിച്ചാണ്. നമുക്ക് ഫ്രീ ഫയറിൽ കാശ് നന്നായി കിട്ടും, പക്ഷെ ഡയമണ്ട് കുറവാ കിട്ടുക. പക്ഷെ അതുപോലെ തന്നെ ഇത് തല തിരിച്ചിട്ടാണ്. ഇതില് നമുക്ക് കാശാണ് വേണ്ട, ഡയമണ്ട് അല്ല കേട്ടോ. ഇതൊക്കെ സീൻ അവതാർസ് ആണ്. പിന്നെ ഇതിൽ കുറെ എലൈറ്റുകൾ ഉണ്ട് കേട്ടോ. ഡാർക്ക് എലൈറ്റ്, വാട്ടർ എലൈറ്റ്, ഫയർ എലൈറ്റ്, അങ്ങനെ കുറെ എലൈറ്റ് ഉണ്ട്. പിന്നെ ഡയമണ്ട് എലൈറ്റ് ഉണ്ട്. പിന്നെ അതുവരെ ഉള്ളു കേട്ടോ. ഫയർ എലൈറ്റ് ഉണ്ട്. പിന്നെ ഗോൾഡൻ എലൈറ്റ് നമ്മളാണ് കേട്ടോ, സ്പിരിറ്റ് എലൈറ്റ്. അപ്പൊ നമുക്ക് ഒരു പേരിടാം, മലയാളി ഇടാന്ന് ഇടാം കേട്ടോ. മലയാളി ഇടാന്ന് ഇടാം. മല വയ്യവിടെ ഗായ്സ്, വൈ കിട്ടണില്ല. മലയാളി ഇടാ, അങ്ങനെയാണ് കേട്ടോ നമ്മുടെ പേര്. ഇടാ ഓക്കെ കേട്ടോ. ഇതാണ് നമ്മുടെ പ്രൊഫൈല്. നമുക്കൊരു കളി കളിച്ചു നോക്കാം. ഇതെങ്ങനെ കളിക്കാന്ന് വെച്ചാല് നമ്മളിതെങ്ങനെ കളിക്കാന്ന് വെച്ചാല് നമുക്ക് കുറച്ച് ഇതുണ്ടാവും. നമുക്കിങ്ങനെ സ്കില്ലുകൾ കിട്ടും. അപ്പൊ നമ്മൾ ഓരോ സ്കില്ലും ഇങ്ങനെ തുടങ്ങും. പിന്നെ കുറെ കഴിഞ്ഞ് ലെവലപ്പ് ഒക്കെ ആക്കാൻ പറയും. ലെവലപ്പ് ചെയ്താൽ നമുക്ക് പുതിയ സ്കില്ലൊക്കെ ഉണ്ടാവും. ഇത് വാട്ടർ ടൈപ്പാണ് കേട്ടോ, ഇത് നൈറ്റ് ടൈപ്പാണ്. നമ്മുടെ റിയൽ ലൈഫത്തെ പോലെ തന്നെയാണ് ഇത് ഏകദേശം. നമ്മൾ ഈ തീനെ വെള്ളത്തോണ്ട് അടക്കില്ലേ. അയ്യോ ഗൈസ്, ഇതില് ഹിപ്നോയുണ്ട്, സിക്കുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് തീന വെള്ളത്തിലടിക്കുന്ന പോലെ. പിന്നെ ഇതില് ഹിപ്നോ സിക്ക് എന്ന് പറഞ്ഞ 2 സാധനങ്ങളുണ്ട്. സിക്ക് എന്ന് പറഞ്ഞാല് നമ്മൾ ഓരോ അറ്റാക്ക് എടുക്കുമ്പോൾ നമ്മുടെ ചാർജ് ഒരു തുള്ളിയായിട്ട് കുറയും. പിന്നെ ഹിപ്നോ എന്ന് പറഞ്ഞാല് ചിലപ്പോ നമ്മൾ ചെയ്യണ അറ്റാക്ക് നമ്മുടെ എതിര് തന്നെ വരും കേട്ടോ. അങ്ങനെയാണ് ഈ ഹിപ്നോ എന്ന് പറഞ്ഞത്. ഹിപ്നോക്കാന്ന് പറഞ്ഞാല് ഇവർക്കൊരു സാധനം ഉണ്ട്, അഭ്യാന്ന് പറഞ്ഞ സാധനമാണ് പ്രശ്നം. അവരിങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഒരു സ്കില്ലുണ്ട്. ആ സ്കില്ല് ആണ് പ്രശ്നം. പിന്നെ കുറെ അങ്ങനെ ഹിപ്നോണ സ്കില്ലൊക്കെ ഉണ്ട് എല്ലാ ടൈപ്പ് സാധനങ്ങൾക്കും. സീൻ സാധനം ഉണ്ട് കേട്ടോ. എവറെന്ന് പറഞ്ഞിട്ട് ഇവനെ കൊല്ലണല്ലോ ഗായ്സ്. ഇതിങ്ങനെ ഓരോന്ന് തൊട്ട് സോളാർ ഫയർ ആണ് കേട്ടോ. നമുക്ക് ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. സോളാർ ഫയർ ഇങ്ങനെ ചെയ്താ ഇവരുടെ പവർ നല്ല റേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി പവറാവും. ആ റേജ് പവറാവുമ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കണ അറ്റാക്ക് നല്ല പൊളിയോ. പിന്നെ റേജ് റൂട്ടും ഉണ്ട്. അത് നമുക്ക് കറക്റ്റ് അറ്റാക്ക് പോവില്ല. നമുക്ക് അപ്പം തന്നെ അറ്റാക്ക് ചെയ്യാം അടുത്ത ആളെ. അങ്ങനെ റേജ് റൂട്ട്. പിന്നെ ഇതിൽ ഐറ്റംസ് എടുക്കാൻ പറ്റും. കണ്ടാ, ഇതാണ് റേജ് റൂട്ട്. ഞാൻ പറഞ്ഞ ഐറ്റം കണ്ടാ. നമുക്ക് റേജ് റൂട്ട് നമുക്ക് ആവശ്യം എടുത്താൽ മതി കേട്ടോ. നമ്മൾ 1 കളി 2 കളിയായിട്ടോ കളിക്കുന്നു. നമ്മള് ജയിച്ചു കേട്ടോ ഗായ്സ്. സീനാട്ടോ. നമ്മൾ ആദ്യത്തെ കളി ജയിച്ചു. ഈ കളിക്ക് ഇവന്റ് ബാറ്റിലത്തെ അതുപോലെ കുറെ ബാറ്റിലുകൾ കളിക്കാൻ പറ്റും. വാട്ടർ ടെമ്പിള്, ഫയർ ടെമ്പിള്, അങ്ങനത്തെ കുറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ അങ്ങനെ